പിഞ്ചു കുഞ്ഞിനെ അടക്കാനായി പെട്ടിയിലെടുത്ത് വെച്ച് ഒരുക്കി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു. ആശുപത്രിക്കാരുടെ അനാസ്ഥ കൊണ്ടാണ് ഞങ്ങൾ കാത്തിരുന്ന ഞങ്ങളുടെ മകളെ ഞങ്ങൾക്ക് നഷ്ടമായെന്ന അച്ഛൻ്റെയും അമ്മയുടെയും കരച്ചിൽ കേൾക്കവേ ആ കുഞ്ഞിനെ ഒരുക്കി അവർ അടക്കാനുള്ള പെട്ടിയിൽ വച്ചിട്ടുണ്ടായിരുന്നു. അച്ഛൻ ആ പെട്ടി കയ്യിൽ ചുമന്നായിരുന്നു ആശുപത്രിയിലേക്ക് നടന്നു നീങ്ങിയത്. കണ്ടുനിന്ന എല്ലാവരും ഞെട്ടിപ്പോയി. ആശുപത്രിക്കുള്ളിൽ കയറി അമ്മയുടെ കരച്ചിൽ തുടങ്ങി. നിങ്ങളോട് ഞാൻ പറഞ്ഞതാണ്, കുഞ്ഞിന് മഷി പടർന്നിട്ടുണ്ടെങ്കിൽ അതിനെ പുറത്തെടുക്കൂ എന്ന്, സിസേറിയൻ കുഴപ്പമില്ല എന്ന്. എന്നാൽ ഒരു പ്രശ്നവുമില്ല എന്നും നിങ്ങൾ സമാധാനമായി ഇരിക്കൂ എന്ന് പറഞ്ഞ് അമ്മയെ ആശ്വസിപ്പിക്കുകയായിരുന്നു എല്ലാവരും ചെയ്തത്. എന്നിട്ട് എൻ്റെ കുഞ്ഞെവിടെ? എൻ്റെ കുഞ്ഞ് ഒരു മാലാഖ കുഞ്ഞാണ്. ഇനി ഒരാൾക്കും ഈ ഗതി വരരുത്. ഇത്തരത്തിൽ പറഞ്ഞൊരു സ്റ്റോറി പുറത്തു വരുമ്പോൾ തന്നെ അതിൻ്റെ അടിയിൽ നിരവധി കമൻറ്റുകളാണ് വരുന്നത്. ഇതിനു മുൻപും ഇതേ പ്രൈവറ്റ് ആശുപത്രിയിൽ നിന്ന് ഇത്തരത്തിലൊരു അനുഭവം തനിക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് പലരും പറയുന്നു. എന്തോ ഭാഗ്യം കൊണ്ടാണ് എനിക്ക് എൻ്റെ കുഞ്ഞിനെ കിട്ടിയത്. എന്നാൽ കുഞ്ഞിനെ കിട്ടാതെ പോയവരും ഇതിനിടയിലുണ്ട് എന്നതാണ് നമ്മൾ മറക്കാൻ പാടില്ലാത്തൊരു കാര്യം. ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് പോട്ടെ, ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് കുഞ്ഞിനെ നേടാൻ സാധിക്കുന്നത് തന്നെ ഇന്നത്തെ കാലത്ത് എത്രമാത്രം പ്രയാസമുള്ളതാണ് എന്നെല്ലാവർക്കും അറിയാം. ആ ഒരു പ്രയാസത്തിനിടയിൽ തന്നെയാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവരും ജീവിക്കുന്നത്. ഓരോ തവണയും എല്ലാവരും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുമുണ്ട്. അങ്ങനെ ഓരോ പ്രയാസപ്പെട്ടും പ്രാർത്ഥിച്ചും നേർച്ച നേർന്നും ഒരു കുഞ്ഞിനെ സ്വന്തമായി എടുക്കുമ്പോൾ അല്ലെങ്കിൽ കിട്ടുമ്പോൾ എന്തുമാത്രം പ്രാർത്ഥനയോടെയാണ് അവർ ആശുപത്രിയിലേക്ക് എത്തുക. ആ പ്രാർത്ഥന അവർക്ക് മുഴുവിപ്പിക്കാനാകാതെ പോകുന്നത് വളരെയധികം തന്നെ വിഷമമായി മാറുന്നു. ഇപ്പോൾ ആ അമ്മയുടെയും അച്ഛൻ്റെയും കരച്ചിൽ വളരെയധികം സങ്കടമുണ്ടാക്കുന്നു. ആ കുഞ്ഞിനെ തൻ്റെ കയ്യിൽ എടുത്തു വെച്ച് നിൽക്കുന്ന അച്ഛൻ്റെ മാനസികാവസ്ഥ നിങ്ങൾക്ക് ഊഹിച്ചു നോക്കാൻ സാധിക്കുമോ? ആ കുട്ടി സിസേറിയൻ ആക്കിക്കോളൂ എന്ന പെർമിഷൻ തന്നിട്ട് പോലും ആ കുട്ടിക്ക് സിസേറിയനിലൂടെ കുഞ്ഞിനെ ജീവൻ രക്ഷിച്ചു കൊടുത്തില്ല. വാട്ടർ ബ്രേക്ക് ആയിട്ട് മണിക്കൂറുകൾക്ക് ശേഷവും വച്ചുകൊണ്ടിരുന്നു. പ്രസവം നടത്തിയില്ല. ഇതൊക്കെയാണ് അവർ ആരോപിക്കുന്ന കാര്യം. സുഖപ്രസവമാക്കാനും സുഖപ്രസവത്തിൻ്റെ എണ്ണം ആശുപത്രിയിൽ കൂട്ടാനും അങ്ങനെ വഴി മാർക്കറ്റിംഗ് ഉണ്ടാക്കുന്ന ഒരു ഹോസ്പിറ്റലാണിത്. ഈ സംഭവം എല്ലാവരെയും വേദനിപ്പിച്ചു. അവിടെ കണ്ടു നിന്നവരെയും വേദനിച്ചു. പ്രേക്ഷകരെല്ലാവരും ഈ വേദനയിൽ ഇപ്പോൾ പങ്കുചേരുകയാണ്. അല്ലാതെ നമുക്കെന്നും ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ലല്ലോ. നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്നതാകെ ഇങ്ങനെ മാത്രമാണ്. എല്ലാവരും ഈ ഒരു വിഷയത്തെക്കുറിച്ചാണ് അന്വേഷണം നടത്തുന്നത്. എൻ്റെ കുഞ്ഞിന് സംഭവിച്ചത് ഇനി മറ്റൊരാൾക്കും സംഭവിക്കരുത്, അത് മാത്രമാണ് എൻ്റെ ആഗ്രഹമെന്ന് പൊട്ടിപ്പറയുന്ന ആ അമ്മയുടെ കരച്ചിൽ കണ്ട് ആർക്കും സഹിക്കാൻ പറ്റുന്നില്ല. എല്ലാവരും വേദനയോടെയാണ് ആ കുടുംബത്തെ നോക്കിക്കാണുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു സങ്കടം. അതല്ലാതെ അതിനപ്പുറം ഈ വാർത്തയെക്കുറിച്ച് എങ്ങനെ പ്രതികരിക്കാനാകും? എല്ലാവർക്കും വേദന പകരുന്നൊരു വാർത്തയായി ഇത് മാറുന്നു. പ്രേക്ഷകരെല്ലാവരും വാർത്ത കൊണ്ട് തന്നെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട്, എന്താണ് ഇങ്ങനെ ഇവിടുത്തെ മെഡിക്കൽ സിസ്റ്റം സംഭവിച്ചു പോകുന്നതെന്നുള്ള എല്ലാവരും ചോദിക്കുന്നത്. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.